ഓരോ ബിരിയാണിയും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഏറ്റവും ക്വാളിറ്റി ബുഹാരിയുടെ. സാധാരണ ബിരിയാണി കഴിക്കാൻ ഓരോരുത്തരും ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും പേര് മാറുന്നല്ലാതെ ടേസ്റ്റ് മാറാറില്ല. ഇതങ്ങനല്ല. ഒരു ബിരിയാണി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ ബിരിയാണി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് പ്രതീക്ഷയാണ് വന്നത് ആ ഒരു റിസൾട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. പേരെന്താണ്? നൗഫൽ. എത്ര വയസ്സായി? 46. വീട് എവിടെ? ഒരു കൊല്ലം. എന്താ പരിപാടി ശരിക്കും? അത് ബിസിനസ്സാണ്. പല ബിസിനസ്സും ഉണ്ട്. അതിലൊരു ബിസിനസ്സാണ് ഫുഡ്. പാചകം ഭയങ്കര പാഷനാണ്. ആ പാഷൻ കാരണമാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഫീൽഡിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി മേക്കിങ്ങും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയതാണ് ബുഹാരി എന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നത്. അങ്ങനെ വന്നു. പുള്ളിയുടെ കിച്ചണിൽ കണ്ടത് നമ്മളെ അത്ഭുതപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ ഒരു ബിരിയാണി ഈസി ആയിട്ട് എങ്ങനെ വെക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയുടെ ക്ലാസ്സിൽ വന്നാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാവും. അത് ഒരു 2-3 ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എങ്ങനെ ബിരിയാണി മേക്ക് ചെയ്യാന്നുള്ളൊരു ഐഡിയ പുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം. അത് അത്ഭുതപ്പെടുത്തി ചെയ്ത സംഭവം. നല്ല സംഭവം. ആർക്കും അത് വന്ന് ഈസി ആയിട്ട് ഒരു ബിരിയാണി അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് നന്നായിട്ടൊന്ന് ബിരിയാണി വെക്കാം. ബിരിയാണിയൊക്കെ മേക്കിംഗ് അറിയാവുന്നവർക്കും താല്പര്യമുള്ളവർക്കും നന്നായിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി വെക്കാൻ പറ്റും. ഷെഫിന്റെ ട്രെയിനിങ്ങും ക്ലാസ്സൊക്കെ കിട്ടി? നല്ല ട്രെയിനിങ് ആണ്. ഷെഫ് തന്നെ കൂടെ ഉണ്ടാവും. നമുക്ക് പുള്ളിയെ പരിചയപ്പെടേണ്ടവർക്ക് വന്ന് പരിചയപ്പെടാൻ വളരെ ഫ്രീ ആണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തും പറഞ്ഞു തരും. തുടർന്നും പുള്ളി അങ്ങനെ വാക്ക് തന്നിരിക്കാം. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാലും നല്ല തോന്നുന്നുണ്ടോ? നമ്മുടെ പുതിയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു അവസരങ്ങൾ ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് എന്നുള്ളതല്ല, ആർക്കെങ്കിലും ഇതൊരു ബിരിയാണി മേക്കിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വർഷങ്ങളോളം ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ നിന്നിട്ടായിരിക്കും ഇപ്പോൾ പിള്ളേർ പഠിക്കുന്ന ബിരിയാണി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു സംരംഭം പുള്ളി തുടങ്ങിയത് തീർച്ചയായും പുള്ളിക്ക് വളരെ നല്ല ഉള്ളിലൊരു ആത്മാർത്ഥതയുണ്ട്. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ എന്ത് മേഖലയിലേക്ക് ഇറങ്ങിയാലും നല്ല രീതിയിൽ പാചകം ചെയ്ത് നന്നായിട്ട് അവരെ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്യാം. അതിനൊരാളുടെ ഒരു സഹായം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് ബുഹാരിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വരുന്നവർക്ക് ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളാണ്. നമ്മളെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 3 ദിവസം കൊണ്ട് പഠിച്ചു പോയി. 3 ദിവസത്തെ കോഴ്സ് നിങ്ങൾക്ക് ധാരാളമാണെന്ന് മനസ്സിൽ തോന്നിയോണ്ട് വന്നാണ്. അത് അതിനുള്ള ഗുണവും കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ഈ ബിസിനസ്സിലേക്ക് നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ചെയ്യുമോ? തീർച്ചയായും നമുക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റിയത് മെയിനായിട്ട് ഒരുപാട് ടൈം എടുത്ത് ഒരു പാചകം എന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കലയാണെന്ന് വിചാരിച്ചിരിക്കും എല്ലാവരും. പക്ഷെ അതല്ല, ഈസി ആയിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യുക മാത്രമല്ല, അത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ജനങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഒരു ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ ബിരിയാണി കൊള്ളാമെന്ന് നമ്മൾ ഉണ്ടാക്കിയ ആൾക്കാരെ മുഖത്ത് നോക്കിയ ആൾക്കാർ പറയും, ഉറപ്പാണ്. ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകൾ കുറേ ഉണ്ട്. മീൻസ് രജിസ്ട്രേഷൻ കഴിഞ്ഞവർ, അപ്പോയിൻമെൻറ്റ് കൊടുത്തവർ, ഏകദേശം 1 ഇയർ ബുക്കഡാണ്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതിനെ പറ്റിയിട്ടും കാര്യങ്ങൾ പറയാനുണ്ടോ? അവർ ധൈര്യമായിട്ട് വരാം. അവർക്ക് ധൈര്യമായിട്ട് വന്ന് ബുഹാരി എടുത്ത് വന്നിട്ട് ഇത് പഠിക്കാം. അത്ര നന്നായിട്ട് എന്തൊക്കെ നമുക്ക് അറിയില്ല, നമ്മൾ അറിഞ്ഞതൊന്നും അല്ല കാര്യത്തിൽ മേക്കിങ്. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഈസി ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. എത്ര പ്രായമുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റും? എത്ര പ്രായമുള്ളവർക്കും പഠിക്കാം. പ്രായം ഒരു ടെൻഷൻ വേണ്ട. പ്രായം ഒരു വില്ലനല്ല. വ്യത്യസ്ത ബിരിയാണി കഴിച്ചപ്പോൾ എന്താ തോന്നിയത്? ബിരിയാണി വ്യത്യസ്തം തന്നെയാണ് തോന്നിയത്. ഓരോ ബിരിയാണിയും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഏറ്റവും ക്വാളിറ്റി ബുഹാരിയുടെ. സാധാരണ ബിരിയാണി കഴിക്കാൻ ഓരോരുത്തരും ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും പേര് മാറുന്നല്ലാതെ ടേസ്റ്റ് മാറാറില്ല. ഇതങ്ങനല്ല. ഒരു ബിരിയാണി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ ബിരിയാണി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് പ്രതീക്ഷയാണ് വന്നത് ആ ഒരു റിസൾട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. ബിരിയാണികളിൽ എന്തെങ്കിലും കെമിക്കൽ തോന്നി? ഇല്ല, കെമിക്കലൊന്നും
ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾ ലൈവായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നതല്ലാതെ പുറത്തുനിന്നൊന്നും കൊണ്ടൊന്നും ഇടുന്നില്ലല്ലോ അതിനകത്ത്. ഇപ്പൊ കെമിക്കലൊന്നും അതിനകത്തില്ല. വ്യത്യസ്ത ബിരിയാണികൾ ആദ്യമായിട്ടാണ് കഴിച്ചത്, അല്ലെങ്കിൽ അതിലെന്തെല്ലാം വ്യത്യസ്ത രുചി തോന്നി? അല്ല, ബിരിയാണികൾ ഒരുപാട് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിരിയാണികൾ നമ്മൾ ഇത് തന്നെ നമ്മുടെ ഒരു പാഷനാണ്. നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത് തന്നെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ രുചിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തത തേടി തന്നെ ഇങ്ങനെ വന്നത്. അപ്പം അതിൽ തീർച്ചയായും നിങ്ങളുടെ ബിരിയാണിക്ക് അതുകൊണ്ട് കറക്റ്റ് ഒരു ദം ബിരിയാണി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എന്താണ് ദം ബിരിയാണി എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നിട്ട് ആ ബിരിയാണി കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാവും. മുമ്പ് കഴിച്ച ദം ബിരിയാണി നമ്മളിപ്പം കഴിച്ച ദം ബിരിയാണി നല്ല വ്യത്യാസം ഉണ്ടാവും, വെറൈറ്റി വ്യത്യാസം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ ബിരിയാണി, ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ കഴിക്കുന്നത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. ഇതങ്ങനല്ല, നമുക്കത് ദമ്മാക്കി തന്നെ പച്ചയ്ക്ക് തന്നെ ഒരു മേക്ക് ചെയ്തിട്ട് ചിക്കൻ ദം ചെയ്തിട്ട് ആ ദമ്മ് ഒറിജിനലായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ഭാവിയിൽ ഒരു പക്ഷേ മറ്റു കോഴ്സുകൾ കൂടി ഇവിടെ പഠിക്കാൻ പറ്റാൻ സാധ്യതയുണ്ടോ? ഒരുപാട് സംഭവങ്ങൾ ബുഹാരി പഠിപ്പിക്കുന്നുണ്ടല്ലോ. നേരത്തെ നമുക്ക് സമയമില്ല, ആണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ വിഷയം അതാണ്. ഒരു ചെറിയൊരു ഫീസ് കൊടുത്തിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. തീർച്ചയായും ചെറിയ മൂല്യം ഉണ്ടോ? ഫീസിന്റെ മൂല്യമല്ല, നന്നായിട്ട് നമ്മൾ എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കിയേക്കുന്നത് അതിന്റെ ഒരുപാട് നമുക്ക് ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്തായാലും ബുഹാരി ഇവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നതാണ്. അതും ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കൂടെ അവിടെ നിന്ന് വേറെ ജോലി ചെയ്ത് മറ്റ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായതാണ്, എനിക്ക് മനസ്സിലായതാണ്. നല്ല രീതിയിലാണ് അവരിപ്പം ഈ 15 ദിവസവും 20 ദിവസമൊക്കെ കോഴ്സിന് കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. തൊഴിലും കച്ചവടവും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇത് പഠിക്കുന്നവരിൽ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വരുന്നതിലൊക്കെ അങ്ങനത്തെ ആഗ്രഹിച്ചിട്ട് വരുന്ന ആളുകളായിരിക്കും. ഒന്നെങ്കിൽ ഒരാൾക്ക് ജോബ്, അല്ലെങ്കിൽ അവരൊരു ബിസിനസ് ആയിരിക്കും ചെയ്യാൻ. അവർക്ക് ഇത് ഉപകാരപ്പെടുമോ? തീർച്ചയായും. കാര്യം ഒരുപാട് യഥാർത്ഥ കേരളത്തിൽ നമുക്ക് തൊഴിലാളികളില്ല എന്നാണ് പറയുന്നത്. തൊഴിലാളികളില്ലാത്ത നല്ല പാചകക്കാരില്ലാത്ത ഞങ്ങൾക്ക് ഹോട്ടലുള്ളതാണ്. നമ്മൾ വിദേശ ആൾക്കാർ നമ്മൾ ജോലി ചെയ്യുന്നത് അവർക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് അവർ വന്ന, പക്ഷെ അവർ പഠിച്ചതും പല സ്ഥലത്തും ഇങ്ങനെ ഒരുപാട് വർഷങ്ങളോളം നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടാണ് ആ ഒരു ജോലി എന്ന് പറഞ്ഞ് വരുന്നത്. ഇന്നങ്ങനല്ല, ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മൾ കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുറത്ത് പോയിട്ട് ഈ ഭക്ഷണത്തിൻ്റെ മേഖലയിൽ തന്നെ ഒരുപാട് അവസരങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ അത് ആർക്കും അത് കറക്റ്റായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് പറ്റിയ ഒരു ഇടം തിരക്കി കുട്ടികൾക്ക് പോകേണ്ട ഒരാവശ്യമില്ലാതെ ഇനി നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ വന്ന് നന്നായിട്ട് ഒരു ബിരിയാണി മേക്കിംഗ് അല്ല, ഒരു ഫുൾ പാചകം ഒരു ഹോട്ടലിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ക്ലാസ് നമുക്ക് യഥാർത്ഥത്തിൽ തന്നെ കിട്ടും.